വാമനൻ മഹാബലിനെ പാതാളത്തോട്ട് ചവിട്ടി താഴ്ന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ മഹാബലിക്കൊരു വലിയ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയട്ടെ. ഭഗവത പുരാണത്തിലാണ് ഈ ഒരു കഥ പറയുന്നത്. ശുക്രാചാര്യൻ പറയുന്നത്, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ സമ്പത്തിനെ 5 ആയിട്ട് തരംതിരിക്കണം. 1 ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കണം, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഡൊണേഷൻസ് വേണ്ടി. രണ്ടാമതായിട്ട് സ്വന്തം യശസ് ഗുഡ്വില്ലൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി കുറച്ച് കാശ് ചെലവഴിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്കുള്ള പ്ലഷറിന് വേണ്ടി, ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതാവാം, യാത്ര ചെയ്യുന്നതാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം. നാലാമതായിട്ട് നാളെ നമുക്ക് റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. നാളെ നമുക്ക് പ്രോസ്പെരിറ്റി തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി. അഞ്ചാമതായിട്ട് ഫാമിലിക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹൗസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കണം. ഈ ഒരു അഡ്വൈസ് ഇന്ന് വളരെ റെലവൻ്റ് ആണ്. ഓണമാവുന്നു, നമ്മളധികം കാശ് ധാരാളം ചെലവഴിക്കാറുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കണം, നമ്മുടെ കാശ് നമുക്ക് എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളത് ഈ ഒരു അഡ്വൈസ് വെച്ചിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണം വിഷസ്. ഹാപ്പി ഓണം.